ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശിയും ശരത്തും ദേവിക പ്രേമയുടെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി വീണതായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ദേവിക എന്നോടൊപ്പം നിന്നാൽ മതി, എന്നിട്ട് ദേവിക ഒന്ന് കുഴമ്പിട്ട് എനിക്ക് ഒഴിഞ്ഞു തന്നാൽ മതി എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ പ്രിയ ചെയ്തോളും എന്ന് മനോഹരം പറയുമ്പോൾ അതൊന്നും വേണ്ട, പ്രിയ ഒന്നും ചെയ്യേണ്ട, എനിക്ക് ദേവിക തന്നെ ചെയ്താൽ മതി, ദേവിക മോളെ എന്നോടൊപ്പം നിന്നാൽ മതി, അപ്പം തന്നെ എൻ്റെ അസുഖമൊക്കെ മാറും, ദേവിക മോള് എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞ് മുത്തശ്ശി വാശി പിടിക്കുകയാണ്. അപ്പോൾ ദേവിക അത് പിന്നെ മുത്തശ്ശി, എനിക്കിപ്പോൾ പ്രേമേശ്വരുടെ അടുത്തേക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ നിനക്ക് ഞങ്ങളെക്കാളൊക്കെ വലുത് പ്രേമയാണോ? അപ്പോൾ നിനക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ല, മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാനാണ് നിനക്ക് നേരം, നിനക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? എനിക്ക് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ നീയല്ലേ എന്നെ നോക്കേണ്ടത്, മോൾ എവിടേക്കും പോവണ്ട, മോൾ എന്നോടൊപ്പം നിന്നാൽ മതി, പ്രേമയെ നോക്കാനേ അവിടെ ചന്ദ്രയുണ്ടല്ലോ, അതുകൊണ്ട് മോള് പോവേണ്ട എന്ന് പറഞ്ഞ് ദേവികയെ തടയുകയാണ് കേട്ടോ. അതോടുകൂടി പ്രിയക്കും മനോഹരനും ദേവികയ്ക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവാണ്, ശരത്താണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതും അവർക്ക് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ ഒന്നും മിണ്ടാതെ പ്രിയയും മനോഹരനും കൂടി ഹാളിലേക്ക് പോവാണ്. എന്നിട്ട് പ്രിയ ചോദിക്കുകയാണ്, അല്ലാച്ച ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ദേവിക ചേച്ചിക്ക് പോവേണ്ടതല്ലേ? ഇതിൻ്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് ശരത്താണെന്നുള്ളത് മനസ്സിലായി, അവനിപ്പോൾ കളിക്കുന്ന നാടകത്തിന് മറുവിദ്യ നമുക്ക് കൊടുക്കേണ്ടേ, അതുകൊണ്ട് നമ്മൾ 3 പേരും ഇനി അടുത്ത നാടകം നമ്മൾ കളിക്കാൻ പോവുകയാണ്, അവനെ അങ്ങനെ വിജയിക്കാൻ വേണ്ടി സമ്മതിക്കരുതല്ലോ, അവനാണ് അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ദേവികയ്ക്ക് എന്തായാലും പ്രേമയുടെ അടുത്തേക്ക് പോകണം, അത് പോവാതിരിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ഇത് കളിച്ചത്, അതുകൊണ്ട് അമ്മയെ കൊണ്ട് തന്നെ ദേവികയെ പറഞ്ഞു വിടാനുള്ള വഴി നോക്കാം, അതിപ്പോൾ അവരുണ്ട് സമ്മതിക്കുന്നു അച്ഛ, അമ്മ എന്തായാലും മുത്തശ്ശി എന്തായാലും സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി സമ്മതിക്കില്ല, പക്ഷേ മുത്തശ്ശിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന വിദ്യയാണ് നമ്മൾ എനിക്ക് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് മോളും എന്നോടൊപ്പം നിൽക്ക്, ദേവികയ്ക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. അപ്പോൾ മുത്തശ്ശി ഒന്ന് മയങ്ങി എന്ന് കാണുമ്പോൾ ദേവിക സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, അല്ല ദേവിക നീ എവിടെ? ഞാൻ വീട്ടിൽ തന്നെയാണ്, അപ്പോൾ നീ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല? ഞാൻ വരുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് വാ, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് കോടതിയിലേക്കൊന്ന് പോകണം, എനിക്കിന്നൊരു കേസുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ദേവിക ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അങ്ങനെ ദേവിക പോവാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശി പറയണ, മോളെ നീ എവിടേക്കാണ് പോകുന്നത്, നീ എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങുകയാണോ? അത് പിന്നെ മുത്തശ്ശി പ്രേമേച്ചിയെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവിടേക്ക് പോകണ്ടേ, സിദ്ധുവിന് കോടതിയിലേക്ക് പോകാനുള്ളതല്ലേ, അതല്ലേ മോളെ നിന്നോട് ഞാൻ പറഞ്ഞത്, എന്നോടൊപ്പം നീ തന്നെ വേണം, എനിക്ക് നീ വേണം ഇവിടെ, നീ എവിടേക്കും ഇന്ന് പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല, പ്രേമയുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കിക്കോളും, പിന്നെ ആ ചന്ദ്രയും ഉണ്ടല്ലോ, എന്താ മുത്തശ്ശി എല്ലാം അറിഞ്ഞിട്ട് സംസാരിക്കുന്നത്, ചന്ദ്രയും സിദ്ധുവും എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ആവും, അപ്പോൾ പിന്നെ പ്രേമേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ചന്ദ്ര നോക്കുന്നു, അതൊന്നും ശരിയാവില്ല, പക്ഷേ നീ എവിടേക്കും പോവരുത് മോളെ, എനിക്ക് നീ ഇവിടെ വേണം, നീ ഇല്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല, അതുകൊണ്ട് മോൾ ഞാൻ പറയുന്നത് അനുസരിക്കുക എന്ന് പറയട്ടോ. അപ്പോഴാണ് പ്രിയയും മനോഹരനും കൂടി അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയണേ, മോളെ ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ചിരുന്നു, എനിക്ക് പരിചയമുള്ള ഡോക്ടറെ വിളിച്ചപ്പോഴേ അമ്മയും വിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്, അമ്മയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണത്രേ. അത് കേട്ടപ്പോൾ മുത്തശ്ശി അങ്ങ് അന്തം വിടുക കേട്ടോ. എന്താ മനോഹരൻ ഈ പറയുന്നത്? അത് പിന്നെ അമ്മേ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വീണാലേ വയസ്സായവർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വീണാൽ മതി ഇത്രേ, അത് പിന്നെ നാളെ ബുദ്ധിമുട്ടാവുമെന്നാണ് ഡോക്ടർ പറയുന്നത്, അതുകൊണ്ട് അമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതും ന്യൂറോ സർജനെ തന്നെ കാണിക്കണം, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലില്ലേ അവിടെ തന്നെ പോയി ദേവിക മോള് ടോക്കൺ എടുക്കണം, എന്നിട്ട് ഞാൻ ആംബുലൻസിലും കൂട്ടി അമ്മയും കൂട്ടി വരാം, നീ പെട്ടെന്ന് പോവാൻ നോക്കും, അപ്പോഴത്തേക്കും ദേവികയ്ക്കും കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, എന്തിനാ മനോഹര ഡോക്ടറെ കാണിക്കുന്നത്, ഞാൻ ചെറുതായിട്ടൊന്ന് വീണതേ അല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്നോടൊപ്പം ദേവിക മാത്രം നിന്നാൽ മതി, വേറെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോവേണ്ട, എന്താ മനോഹര ഭ്രാന്താണോ, ഈ ചെറിയ വീഴ്ചയ്ക്കൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് എന്തിനാണ്? അപ്പോൾ ദേവിക പറയണം, അങ്ങനെ പറയരുത് മുത്തശ്ശി, എൻ്റെ കൂട്ടുകാരുടെ മുത്തശ്ശി ഇതേപോലെ ഒന്ന് വീണതാണ്, 3ൻ്റെ അന്ന് ഡും, എന്താ മരിച്ചു പോയോ? മരിച്ചതല്ല, അവർ അങ്ങ് തളർന്നു പോയി, അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല മുത്തശ്ശി. അപ്പോൾ മനോഹരം പറയണേ, കൂടുതൽ സംസാരിക്കാതെ അമ്മ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി, ദേവിക മോളെ നീ പോയി പെട്ടെന്ന് ടോക്കൺ എടുക്കാൻ നോക്ക്, ഇവിടുത്തെ സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകണം, എന്നിട്ട് ടോക്കൺ കിട്ടിയ ഉടനെ തന്നെ നീ എന്നെ വിളിച്ചാൽ മതി, പിന്നെ ഞാൻ അമ്മയും കൂട്ടി ആംബുലൻസിൽ വന്നോളാം എന്ന് പറഞ്ഞ് ദേവികയെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വരാം കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് പിന്നെ ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ പേടിയോട് കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ദേവിക പോകാൻ ഒരുങ്ങുമ്പോഴാണ് ശരത്ത് അവിടേക്ക് വരുന്നത്. അപ്പോൾ ശരത്ത് ദേവികയോട് പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്, അല്ല ദേവികയെ നീ പോയില്ലേ, നീ ചെന്നാലല്ലേ പ്രേമേച്ച് ഡിസ്ചാർജ് ചെയ്യാൻ
ചെയ്യാൻ പറ്റൂ? സിദ്ധുവിന് കോടതിയിലേക്ക് പോകാൻ പറ്റൂ? നേരത്തെ ഞാൻ പോവുക തന്നെയാണ്, പക്ഷേ നിന്റെ ബുദ്ധിയാണല്ലേ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. മുത്തശ്ശിക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് നീയാണല്ലേ? അയ്യോ ദേവിക, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തിനാണ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് പറയുന്നത്? എനിക്കിതിൽ ഒരു പങ്കുമില്ല. ആയാലും ശരത്തെ, ഞാനിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഇന്ന് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. അതിലൊന്ന് നിന്റെ കാര്യമാണ്. എൻ്റെ കാര്യമോ? അതെ, നിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചെയ്തു തീർക്കാൻ. എൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമാവില്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പം തൽക്കാലം നിന്റെ കാര്യം ഒന്നേ ഉള്ളൂ, പക്ഷേ പതിയെ പതിയെ അത് ഒരുപാട് കാര്യങ്ങളായി മാറും. അത് എന്താണെന്നുള്ളത് നിനക്ക് കേൾക്കണോ? ആ, എനിക്ക് കേൾക്കണം. എന്നാൽ ഒന്നാമത്തേത് ശ്രാവൺ, അത് കഴിഞ്ഞ് സുധിയേട്ടൻ, അത് കഴിഞ്ഞ് നടേശൻ, പിന്നെ റൂബി, അത് കഴിഞ്ഞ് നിത്യമോള്, ഇപ്പോൾ അമ്മയെ കാണാനില്ല, പ്രേമേച്ചിയെ കാണാനില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിന്റെ പേരിൽ വരാൻ പോകുന്നത്. അതും പോരാഞ്ഞിട്ട് അച്ഛനെ തളർത്തിക്കെടുത്തിയത്, അത് കഴിഞ്ഞ് നിന്റെ അമ്മ പ്രഭാവതി അമ്മയ്ക്ക് കൊല്ലാൻ വേണ്ടി നോക്കിയത്, ഇതെല്ലാം നിന്റെ തലയിലാണ് വരാൻ പോകുന്നത്. നീയാണ് ഇത് ചെയ്തത് എന്ന് എത്രയും പെട്ടെന്ന് തെളിയുക തന്നെ ചെയ്യും. ശരത്ത് പറയണ, അല്ല ഇതിൻ്റെയൊക്കെ അവസാനം എന്നാണെന്നുള്ളത് നിന്നെ വഴിയെ അറിയിച്ചോളാം. പക്ഷേ ഒരു കാര്യം മാത്രം നിനക്ക് ഞാൻ വിട്ടുതരുന്നു. നിന്റെ മരണം അത് എങ്ങനെ വേണമെന്നുള്ളത് നിനക്ക് തന്നെ തീരുമാനിക്കും. അത് നിനക്ക് തൂങ്ങിച്ചാവണമെന്നോ വിഷം കഴിച്ച് മരിക്കണമെന്നോ, അതല്ല ആക്സിഡൻ്റ് ആയിട്ടോ, അതല്ല കുഴിയിൽ ചാടണം, അങ്ങനെ എന്ത് മരണം വേണമെങ്കിലും നിനക്ക് തന്നെ തീരുമാനിക്കും. അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ശരത്ത് പറയണേ, ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് 1-2 പേരെ കൂടി ആ ലിസ്റ്റിലേക്ക് ചേർക്കാൻ എനിക്കൊരു പണിയുമില്ല എന്നുള്ളത് നീ ഓർക്കണം. അങ്ങനെ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? അപ്പോൾ ദേവിക പറയണ, അങ്ങനെ നീ ചെയ്യുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നതും ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതും. പിന്നെ നീ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നീ ഇനിയും എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ ഉറപ്പുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഞാനൊരു മുൻകരുതൽ എടുക്കാതിരിക്കില്ലല്ലോ. നീ ശരത്തെ ആദ്യം ഓർത്തോ, നിന്നെ ഞാൻ പൂട്ടിയിരിക്കും, നിന്നെ ഞാൻ പൂട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവിക പറയുന്നത്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ കാര്യം കുറച്ച് പ്രശ്നത്തിലാണല്ലേ? അതേടാ, നിന്റെ കാര്യം കുറച്ച് പ്രശ്നത്തിൽ തന്നെയാണടാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവിക പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രിയ കേൾക്കുന്നുണ്ട്. അങ്ങനെ ദേവിക പോയി കഴിഞ്ഞ ശേഷം പ്രിയ അവിടെ നിൽക്കുന്നത് ശരത്ത് കാണാണ്. എന്നിട്ട് പ്രിയ ദഹിക്കുന്ന രീതിയിൽ അങ്ങ് ശരത്തിനെ ദേഷ്യത്തിൽ നോക്കുന്ന സമയത്ത്, എന്താടി നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എന്താ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ എന്തിനാണ് വെറുതെ ഇടപെടുന്നത്? നിന്റെ ചേച്ചിയുടെ ഭീഷണി ഇപ്പോൾ കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്തത് നിന്റെ ഭീഷണിയാണോ? നിനക്കിപ്പോൾ എന്താണാവോ അറിയേണ്ടത്? എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയടാം. അപ്പോൾ ശരത്ത് പറയണേ, നിന്നെക്കാളും ഒരുപാട് വയസ്സുള്ളത് കൊണ്ട് നീ എന്നെ ചേട്ടാ എന്ന് വിളിച്ചോ? നിത്യക്കുട്ടി പോലും എന്നെ ചേട്ടാ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ നീ എന്തിനാണ് എന്നെ നീ എന്നൊക്കെ വിളിക്കുന്നത്? അതിനേക്കാളും ഒരുപാട് വയസ്സുള്ളതല്ലേ, അപ്പോൾ എന്നെ ചേട്ടാ എന്ന് വിളിച്ചോ? അപ്പോൾ പ്രിയ പറയണ, അല്ല നിത്യക്കുട്ടി ഇപ്പോൾ നിന്നെ ഏട്ടാ എന്ന് വിളിച്ചിട്ട് നീ എന്താണ് നിത്യക്കുട്ടി കൊടുത്തത്? മരണമല്ലേ? അപ്പോൾ പിന്നെ നിന്നെ ഞാൻ നീ എന്ന് തന്നെയാണ് വിളിക്കുകയുള്ളൂ. ശരി, നീ എന്നെ അങ്ങനെ തന്നെ വിളിച്ചോ. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ത്രീകളുമായിട്ടിപ്പോൾ വഴക്കിടാറില്ല. പക്ഷേ എന്നെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിച്ചാലേ കഴുത്ത് നെരിച്ചു കൊല്ലും. നീ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളാണ്, എൻ്റെ കൈ കൊണ്ട് ചാവാനാണോ നിന്റെ വിധി? നിനക്കും ആ ഒരു വിധി വരുത്തണോ? അപ്പോൾ പ്രിയ പറയണ, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് നിന്റെ വെറും തോന്നലാണ്, നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. അപ്പോൾ ശരത്ത് പറയണേ, നിന്നെ ഞാൻ തൊടുകയല്ല, നിന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക, എങ്കിൽ നീ അതൊന്ന് ചെയ്തു നോക്കി എന്ന് പറയട്ടോ. അങ്ങനെ ശരത്ത് പ്രിയയുടെ ചുറ്റും അങ്ങ് ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയയുടെ അരക്കെട്ടിൽ അങ്ങ് പിടിക്കാൻ വേണ്ടി 2 കൈ വെച്ചങ്ങ് പിടിക്കാൻ വേണ്ടി നോക്കിയതോടുകൂടി പ്രിയ ശരത്തിൻ്റെ കൈ പിടിച്ചങ്ങ് വളക്കുകയാണ് കേട്ടോ. അങ്ങനെ കൈ വേദനിച്ചുകൊണ്ട് ശരത്ത് വല്ലാതെ അങ്ങ് കരയുകയാണ്. എൻ്റെ കൈ വേദനിക്കുന്നു, വിട് എന്ന് പറയുമ്പോഴും എന്നിട്ട് പ്രിയ വിടാതെ തന്നെ കൈ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രിയ ശരത്തിൻ്റെ നെഞ്ചിലേക്ക് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്ത് ചുമരിൽ പോയി വീഴുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്താടാ എന്നെക്കുറിച്ച് കരുതി? നീ ആരാണെന്ന് കരുതിയാണ് എന്നോട് നീ കളിക്കാൻ വരുന്നത്? ഇത് ആള് വേറെയാണ്. നീ കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഈ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശരത്ത് പെട്ടെന്നുള്ള പ്രിയയുടെ ഭാവവ്യത്യാസം കാണുമ്പോൾ അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ. എന്നിട്ട് നിനക്ക് ഈ മുഖം ഓർമ്മയില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ നിത്യയുടെ മുഖവും പ്രിയയുടെ മുഖം ഒരുപോലെ ആയിട്ട് ശരത്തിനങ്ങ് തോന്നിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്തിന് നിത്യ സംസാരിക്കുന്നത് പോലെ പ്രിയ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ നിത്യ സംസാരിക്കുന്നത് പോലെ തോന്നുകയാണ്. എന്നിട്ട് പ്രിയ പറയണ, ഞാൻ നിത്യയാണടാ, നിന്റെ ഒതുകക്കറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയുള്ളൂ, ഏട്ടോടാ നായേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പ്രിയ പോകുന്നത്. അതോടുകൂടി ശരത്തിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. നിത്യയാണ് എന്നൊക്കെ പറഞ്ഞതോടുകൂടി ശരത്തിന് ദേഷ്യവും വരുന്നുണ്ട്. എന്നാൽ വേദന സഹിക്കാൻ വയ്യാതെ കൈ പിടിച്ച് അമർത്തുകയാണ് ശരത്ത്. പിന്നീട് തങ്കച്ചിയും സ്വാമിയും കൂടി സംസാരിക്കുകയാണ്. ജയശങ്കർ
ശങ്കറിനോട് ഞാൻ മാലിനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തങ്കച്ചി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്കച്ചി ചോദിക്കുകയാണ്, അല്ല സ്വാമി, മാലിനിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അതിന് സ്വാമിക്ക് അറിയുമോ? എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ല, സ്വാമിയുടെ അഭിപ്രായം എന്താ? നിരഞ്ജന ആളെങ്ങനെയാണ്? അയാൾ പക്ക ഡീസൻ്റാണ്. അയാൾക്ക് അങ്ങനെ ഒരു വേണ്ടാത്ത സ്വഭാവം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ മനുഷ്യനല്ലേ, ഇനിയിപ്പോൾ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ അങ്ങനെ തോന്നിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ. മാലിനി എങ്ങനെയുള്ള ആളാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ തങ്കച്ചി പറയണേ, സ്വാമിക്ക് തെറ്റി. സ്വാമി കരുതുന്നത് പോലെയല്ല, നിരഞ്ജൻ ഒരിക്കലും മാറില്ല. നിരഞ്ജൻ പക്ക ഡീസൻ്റ് തന്നെയാണ്. പക്ഷേ മാലിനിയും നിരഞ്ജനും തമ്മിൽ മറ്റെന്തോ ഒരു ബന്ധമാണുള്ളത്. അത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നിരഞ്ജനെ നമ്മൾ വരച്ച വരയിൽ നിർത്തുകയും ചെയ്യും. പക്ഷേ അക്ഷരയുടെ മുന്നിൽ മാലിനിയും നിരഞ്ജനും തമ്മിൽ അവിഹിതമാണെന്നുള്ളത് നമ്മൾ വരുത്തി തീർക്കുകയും ചെയ്യും. അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാലിനിയും നിരഞ്ജനും തമ്മിലിപ്പോൾ എന്തിനാണ് അവരിപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് സ്വാമി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇനി നമ്മുടെ അടുത്ത തുറുപ്പ് ചീട്ട്. ഇവിടെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് രംഗം വരികയാണ്. എന്നിട്ട് അളിയൻ ഇവിടേക്ക് വരുന്നുണ്ട്. എങ്കിലിപ്പോൾ ദേവികയോട് ഞാൻ ഇവിടേക്ക് വരാൻ പറയില്ലായിരുന്നു. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്ക് കോടതിയിലേക്കൊന്ന് പോകണം. ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. എന്താ, വിഷ്ണുവിൻ്റെ കാര്യമാണ്? അല്ലല്ല, അതൊന്നുമല്ല. എനിക്കിപ്പോൾ ഒരു കേസുമുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രയുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് എത്രയും പെട്ടെന്ന് അതും കൂടി ശരിയാക്കണം. അത് കേൾക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പോലെ അഭിനയിക്കുന്ന പ്രേമക്ക് ഇങ്ങനെ ചന്ദ്രയുടെ ഡിവോഴ്സ് കേസ് എന്ന് കേട്ടപ്പോൾ ഒരു പുഞ്ചിരി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇനി അവിടേക്ക് ദേവിക വരികയാണ്. അങ്ങനെ ദേവിക വന്നു കഴിഞ്ഞ ശേഷം സിദ്ധു നേരെ കോടതിയിലേക്ക് പോവാണ്. എന്നിട്ട് രംഗനും ദേവികയും പ്രേമയും കൂടി നേരെ സിദ്ധുവിൻ്റെ വീട്ടിലേക്കും പോവാട്ടോ. ആ സമയത്ത് ചന്ദ്രയുണ്ട് അവിടെ. ചന്ദ്രയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രേമയെ ദേവികയാണ് പരിചരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ ചന്ദ്രയുടെ പ്ലാന് ശരത്ത് തന്ന മരുന്ന് എങ്ങനെ ഞാൻ പ്രേമയെ കൊണ്ട് കുടിപ്പിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്.